അതർ പീപ്പിൾസ് മങ്കീസിനെ നമ്മൾ ചുമക്കുന്ന സമയം എന്നുള്ളത് ഫ്യൂച്ചറിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ വള്ളിക്കെട്ടുകൾ നമ്മൾ പിടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര സമയം നമ്മളിങ്ങനെ വള്ളിക്കെട്ടുകൾ പിടിക്കുന്നത്. നമ്മളാകാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ യൂസഫ് അലിയെ പോലെ എങ്ങനെയായിരിക്കും. ഇപ്പോൾ യൂസഫ് അലിയുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് നോക്കുക. യൂസഫ് അലി വള്ളിക്കെട്ട് പിടിക്കാൻ പോവില്ല. ഇവർക്ക് ഇവരുടേതായ കാര്യത്തിൽ വളരെ ഫോക്കസ്ഡ് ആണ്. അപ്പം നമ്മൾ അവരെ പോലെ ആകാൻ, അല്ലെങ്കിൽ നമ്മൾ ആരെ പോലെയാണോ ആകാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ സക്സസ് ആണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരെ നമ്മളൊന്ന് കണ്ടു നോക്കുക, അവരുടെ ഒരു ജീവിതശൈലി നോക്കുക. അവർ ചുമ്മാ ആരെങ്കിലും പിടിച്ച് നമ്മൾ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോകും, ചുമ്മാ വെറുതെ സൊറ പറയാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി നിൽക്കുമോ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വെറുതെ ഉള്ള ഫംഗ്ഷന് പോകും. ഞാൻ സാധാരണ കല്യാണങ്ങൾക്കും അങ്ങനെ പങ്കെടുക്കാറില്ല, മരിച്ചടക്കുകൾക്ക് പങ്കെടുക്കാറില്ല, ആശുപത്രിയിൽ പോയി ആരെയും കാണാറില്ല. ഞാൻ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് എന്നെ കാണുന്നത്. ഇപ്പോൾ വേറെ ആരെങ്ങനെ കണ്ടാലും കുഴപ്പമില്ല, ഞാൻ എന്നെ ഒരു വലിയ ആളായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വേറെ ആൾ എന്നെ എങ്ങനെ കാണുന്നുള്ള എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ സമയത്തിന് വളരെ വാല്യൂ ഉണ്ട്. അപ്പം മറ്റുള്ളവർ ഞാൻ വെറുതെ ഇരിക്കുക എന്നൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും, അതൊക്കെ അവരുടെ ഇമാജിനേഷനാണ്. അത് ഞാൻ അതിനകത്ത് വരീഡല്ല. വളരെ വളരെ വേണ്ടപ്പെട്ട കല്യാണമാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റി തന്നെ പോലെ ഞാൻ പെട്ടെന്ന് പോകും, പെട്ടെന്ന് കണ്ടിട്ടെങ്കിൽ തിരിച്ചു പോരും. നമ്മളൊരു വലിയ ആളാണ്, നമ്മളെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ വലിയ ആളായി മാറും. നമ്മൾ അതുപോലെ ചിന്തിക്കാൻ തുടങ്ങും. അതല്ല നമ്മൾ ഇന്നലെ പഠിച്ചത്. മറ്റുള്ളവർ പറയുന്ന കാര്യത്തെ അവർ പല കമൻസുകളും പറയും, പക്ഷെ അവിടെ നമ്മളെ വീഴരുത്. നമ്മുടെ ഉള്ളിൽ അതിശക്തമായിട്ട് നമ്മളെപ്പറ്റി ഒരു സെൽഫ് ഇമേജ് നമ്മൾ സൃഷ്ടിക്കണം. അത് നമ്മുടെ ഒരു പണിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരായിരിക്കണം എന്നുള്ള നമ്മുടെ അതിശക്തമായ ഒരു സെൽഫ് ഇമേജ്, ഒരിക്കലും ആർക്ക് തകർക്കാൻ പറ്റാത്ത ഒരു സെൽഫ് ഇമേജ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കണം.